പത്തനംതിട്ടയിൽ CPIയിൽ നിന്ന് രാജിവെച്ച് UDF ചേർന്ന ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് വിജയിച്ചു. 196 വോട്ടുകൾക്കാണ് സ്ഥാനാർത്ഥി വിജയിച്ചത്. വിജയത്തിന് പിന്നാലെ ശ്രീനാദേവി കുഞ്ഞമ്മ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. സംസ്ഥാനം ഉറ്റുനോക്കിയ ഒരു മത്സരമായിരുന്നു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ ശ്രീനാദേവി കുഞ്ഞമ്മ മത്സരിച്ച പള്ളിക്കൽ ഡിവിഷനിലെ. അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഇപ്പോൾ അവസാന നിമിഷത്തിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ വിജയിച്ചിരിക്കുന്നത്. ഇപ്പം UDF ജില്ലാ പഞ്ചായത്തിൽ മികച്ച പേരോട്ടം നേടിക്കൊടുത്തത് ആരോടൊക്കെയാണ് ഈ സമയത്ത് കടപ്പെട്ടിരിക്കുന്നത്? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെയും UDFന്റെയും ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകരോടും നേതാക്കളോടും സർവോപരി പള്ളിക്കലിലെ ജനാധിപത്യ വിശ്വാസികളോടും ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത്. പിന്നെ വലിയ വലിയ പ്രതിസന്ധികളും രാഷ്ട്രീയപരമായിട്ടുള്ള തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഐക്യജനാധിപത്യ മുന്നണി ഇന്റർനാഷണൽ കോൺഗ്രസിനെ സ്വീകരിക്കാൻ തയ്യാറായി, പള്ളിക്കൽ ഡിവിഷനിൽ മത്സരിപ്പിക്കാൻ തയ്യാറായി. അതിന് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്തത്ര നന്ദിയും സ്നേഹവും കടപ്പാടും ഉറപ്പായിട്ടും അടൂർ പ്രകാശ് സാറിനോടുണ്ട്, മോഹൻരാജ് സാറിനോടും ആന്റണി സാറിനോട് ഉൾപ്പെടെ DC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ സാർ. എനിക്ക് ഇതുപോലെ പിന്തുണ തന്നിട്ടുള്ള ഒരു വ്യക്തി നേതൃത്വത്തിലില്ല, അത്രയധികം ചേർത്ത് പിടിച്ചു. പിന്നെ ഏറ്റവും വലിയ നന്ദിയുള്ളത് തുമ്പമണിലെയും പന്തളം തെക്കേക്കരയിലെയും മണക്കാലയിലെയും പാർട്ടി നേതൃത്വത്തോട്, UDFന്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള വിമൽ കൈതയ്ക്ക സാർ, രാജേന്ദ്രൻ നായർ സാർ, അതിനോടൊപ്പം തന്നെ ഏറ്റവും വലുതായിട്ട് തോപ്പിൽ ഗോകുമാർ സാർ, അദ്ദേഹം ഒക്കെ നമ്മളെ അത്രയധികം വലിയ രീതിയിൽ എണ്ണയിട്ട് യന്ത്രം പോലെ വലിയ മെഷീനറി പോലെ UDF എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 48 വാർഡിലും ഒരുപോലെ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് 20 വർഷക്കാലമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് ആ കോട്ട ഇളക്കി മറിക്കാൻ സാധിച്ചു. ജനാധിപത്യം വിജയിച്ചു. സർ, ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് CPIയോട് ഒരു ചോദ്യം കൂടി ഉണ്ടോ നിങ്ങൾക്ക് ഇത്തവണ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം? ഒരു കറുത്ത കുതിരയായിട്ട് തന്നെ മാറിയോ? അതെ, കറുപ്പ് എപ്പോഴും നല്ലൊരു നിറം തന്നെയാണ്. അതുകൊണ്ട് കറുത്ത കുതിര അങ്ങനെ ജനാധിപത്യം വിജയിച്ചു. എനിക്ക് വേറൊന്നും പറയാനില്ല. കാരണം ഞങ്ങൾ പ്രചരണത്തിലൊക്കെ വലിയ വലിയ പോസ്റ്റർ ക്യാമ്പയിനുകളോ വലിയ ഫ്ലെക്സ് ബോർഡുകളോ എണ്ണത്തിലധികമോ ഒന്നും പറയാനില്ല. നമ്മൾ ഒരു വാർഡിൽ ചിലപ്പോൾ നമ്മളെ ഒന്ന് എണ്ണിപ്പറക്കി നോക്കിയാൽ കാണാൻ സാധിക്കുന്നേ ഉള്ളൂ. നമ്മുടെ വിശ്വാസം മുഴുവൻ ജനങ്ങളിലായിരുന്നു. നമ്മളെടുത്ത് അഴിമതിക്കെതിരെ എടുത്ത നിലപാടിൽ ജനങ്ങൾ എത്രത്തോളം കൂടെയുണ്ട് എന്നുള്ള ചോദ്യമായിരുന്നു നമുക്ക് ജനങ്ങളോട് എനിക്ക് ഉണ്ടായിരുന്നു. ആ മറുചോദ്യത്തിന് മറുപടി കിട്ടി. ആ ചോദ്യത്തിന് മറുചോദ്യം ഉന്നയിച്ചത് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടാണ്. ഇപ്പോൾ ഈ ശബരിമല വിഷയം ഉൾപ്പെടെ ഇത്രയും കത്തി നിൽക്കുമ്പോൾ അതിലേറ്റവും ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ട് പിന്നീട് ഒരു ഇലക്ഷൻ അഭിമുഖീകരിക്കുമ്പോൾ വീണ്ടും ഒരു അഴിമതിക്കാരനെ മുൻനിർത്തിക്കൊണ്ട് ഇലക്ഷൻ അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന ഒരുതരം അഴിമതിക്കെതിരെയുള്ള നിലപാടല്ല, അങ്ങനെയുള്ള ആരോപണങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പുല്ലാണ് എന്നൊരു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പള്ളിക്കൽ സ്വീകരിച്ചു. അതിനൊരു രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടി പള്ളിക്കലെ ജനത കൊടുത്തു. അവസാനമായിട്ട് ഇനിയും ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ പള്ളിക്കലും ഒപ്പം പത്തനംതിട്ട ജില്ലയിലും ഉണ്ടല്ലോ. എന്തൊക്കെയാണ് അവിടെ നമ്മൾ പള്ളിക്കൽ രാഷ്ട്രീയത്തിന് അതീതമായി? അതെ, തീർച്ചയായിട്ടും ജയിക്കുന്നത് വരെ പൊളിറ്റിക്സ്, ജയിച്ചതിന് ശേഷം ഇനി രാഷ്ട്രീയമല്ല, ജനങ്ങളുടെ കാര്യമാണ്. അപ്പോൾ 2030 എന്നൊരു പ്രോജക്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. 20-25 എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊക്കെ നടപ്പിലാക്കിയെങ്കിലും വലിയ രീതിയിൽ അതിനൊക്കെ CPIക്കകത്ത് നിന്ന് എനിക്ക് തടസ്സം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് 2030 എന്നൊരു പ്രോജക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു പർട്ടിക്കുലർ കാര്യമല്ല, സാംസ്കാരിക മേഖല പള്ളിക്കൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നതാണ്, സാംസ്കാരികം, വിദ്യാഭ്യാസ മേഖലയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ചില വിദ്യാഭ്യാസ മേഖലയിലൊക്കെ കുറച്ചുകൂടെ എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് കുറച്ചൊരു പോരായ്മയല്ല, കുറച്ചൊരു കുറവ് വന്നു എന്നൊരു ചിന്ത എനിക്കുള്ളത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ അതിന് പ്രത്യേകമായ ശ്രദ്ധയുണ്ടാവും. വിദ്യാഭ്യാസത്തിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കും, സാംസ്കാരിക മേഖലയ്ക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കും, ആരോഗ്യ മേഖലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെ 5 വർഷക്കാലത്തെ അനുഭവമുണ്ട് എന്താണ് പള്ളിക്കൽ ആവശ്യപ്പെടുന്നതെന്ന്. അതിനനുസരിച്ച് കുറേ പ്രവർത്തിച്ചിട്ടുണ്ട്. ബാക്കിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്യും. അവസാനമായൊരു സ്വകാര്യ ചോദ്യമാണ്. CPIയിൽ കൂടി കടന്നു വന്നു, ഒത്തിരി പോസ്റ്റുകളൊക്കെ ഇരുന്നു, 5 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യവും ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുക ഒക്കെ പാർട്ടിയാണ്. ആ ജില്ലാ അധ്യക്ഷ സ്ഥാനം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു ടേമാണത്. അൺനെസസറി ആയിട്ട് എന്നെ അത്തരം ഒരു ടോപ്പിക്കിലേക്ക് ഡ്രാഗ് ചെയ്തിടുവാനായിട്ട് ഇടതുപക്ഷം ശ്രമിച്ചു, അത്തരത്തിലുള്ള പ്രചരണം കൊടുത്തു. എനിക്ക് അവരോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ. സത്യം അറിഞ്ഞുകൊണ്ട് സത്യവിരുദ്ധമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച, സ്ത്രീ വിരുദ്ധമായിട്ട് അഭിമുഖീകരിച്ച, അങ്ങേയറ്റം ഒന്നും പറയാനില്ല. എനിക്ക് ഇന്നലെ വരെയുള്ള എല്ലാ അധ്യായങ്ങളെയും അവസാനിപ്പിക്കുകയാണ്. നവംബർ 17 മുതൽ തന്നെ ഞാനൊരു പുതിയ ജീവിതത്തിലാണ്, പുതിയ മനസ്സമാധാനത്തിലാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള നല്ല സംഘടനാ പ്രവർത്തനത്തിലാണ്. അപ്പോൾ അങ്ങനെ പൊതുജനങ്ങൾക്കും രാഷ്ട്രീയത്തിനുമായിട്ട് ഇടം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതല്ലാതെ ഇത്തരത്തിലുള്ള ഇനിയുള്ള നിലവാരമില്ലാത്ത ചർച്ചകളിലേക്ക് പോകാൻ ഞാൻ തയ്യാറായില്ല. അങ്ങനെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ CPIയിൽ നിന്നും UDFിലേക്ക് എത്തി. പക്ഷെങ്കിൽ രാഷ്ട്രീയ പ്രവചനങ്ങൾക്ക് അതീതമായി മികച്ച വിജയമാണ് പള്ളിക്കൽ നേടി UDFന്റെ തേരോട്ടത്തിൽ ഒരു പങ്കാളിയായത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.